ഹായ് കൂട്ടുകാരെ, നമുക്കൊരു കഥ കേട്ടാലോ? കഥയുടെ പേരാണ് അദൃശ്യകരങ്ങൾ തുന്നിയ സ്വർണ്ണപ്പട്ട്. ഈശോയും ഞാനും എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജീവിതത്തിൽ എല്ലാ വാതിലുകളും അടഞ്ഞെന്ന് തോന്നുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കരം എപ്പോഴും നമ്മൾക്ക് കാവലായി ഉണ്ടാകും. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അത്തരത്തിൽ ഒരു പാവപ്പെട്ട തുന്നൽക്കാരൻ്റെ ജീവിതത്തിൽ ഈശോ പ്രവർത്തിച്ച വലിയൊരു അത്ഭുതത്തെക്കുറിച്ചാണ്. എങ്കിൽ കഥ കേട്ടാലോ? പഴയ ചെറിയൊരു ഗ്രാമം. അവിടെ ചെറിയൊരു ഓലമേഞ്ഞ മുറിയിലാണ് നമ്മുടെ ഔസേപ്പച്ചൻ താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു കൂട്ട് പഴയൊരു തുന്നൽ മെഷീൻ മാത്രമായിരുന്നു. വയസ്സ് കാലമായതുകൊണ്ട് കണ്ണുകൾക്ക് നല്ല കാഴ്ചയുമില്ല. കൈകൾ ഇടയ്ക്ക് വിറയ്ക്കുമായിരുന്നു. എങ്കിലും തൻ്റെ അരികിലുള്ള ഈശോയുടെ രൂപത്തോട് സംസാരിച്ചുകൊണ്ട് അദ്ദേഹം പകലന്തിയോളം ജോലി ചെയ്യും. ഈശോയെ, ഈ തുന്നലുകളെല്ലാം നിനക്കുള്ളതാണ് എന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഗ്രാമത്തിലെ അതിസമ്പന്നനായ പ്രഭു ഔസേപ്പച്ചൻ്റെ അരികിലെത്തുന്നത്. പ്രഭുവിൻ്റെ മകളുടെ വിവാഹമാണ്. ഏറ്റവും വിലപിടിപ്പുള്ള സ്വർണ്ണപ്പട്ട് അദ്ദേഹം ഔസേപ്പച്ചനെ ഏൽപ്പിച്ചു. ഇത് നാളെ വൈകുന്നേരത്തിനുള്ളിൽ തുന്നി തീർക്കണം. ഒരൊറ്റ തുന്നൽ പോലും പാളിപ്പോകരുത്. അങ്ങനെയുണ്ടായാൽ നിന്റെ ഈ വീട് ഞാൻ ജപ്തി ചെയ്യും. പ്രഭു ഔസേപ്പച്ചനെ ഭീഷണിപ്പെടുത്തി. ഔസേപ്പച്ചൻ വിറയ്ക്കുന്ന കൈകളോടെ ആ പട്ടുതുണി വാങ്ങി. രാത്രി മുഴുവൻ ഉറങ്ങാതെ തുന്നാമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. എന്നാൽ രാത്രി പകുതിയായപ്പോൾ വലിയൊരു ദുരന്തം സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ മെഷീനിലെ സൂചി ഒടിഞ്ഞുപോയി. മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ മറ്റൊരു സൂചി കോർക്കാൻ അദ്ദേഹം ആവതും ശ്രമിച്ചു. പക്ഷേ കാഴ്ച മങ്ങിയ ആ കണ്ണുകൾക്ക് അതിന് കഴിഞ്ഞില്ല. സമയം അതിവേഗം കടന്നുപോയി. നിസ്സഹായനായ ഔസേപ്പച്ചൻ തുന്നൽ മെഷീന് മുന്നിൽ തല ചായച്ചു കരഞ്ഞു. ഈശോയെ, എനിക്ക് പ്രഭുവിൻ്റെ ഭീഷണിയേക്കാൾ ഭയം ആ പാവം പെൺകുട്ടിയുടെ വിവാഹം മുടങ്ങുമല്ലോ എന്നോർത്താണ്. എനിക്ക് കഴിയില്ല നാഥ, നീ എന്നെ ഇത് ഏറ്റെടുക്കണമേ. പ്രാർത്ഥനയ്ക്കിടയിൽ എപ്പോഴോ തളർന്നുപോയ അദ്ദേഹം അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. അർദ്ധരാത്രിയിൽ ആ കൊച്ചുമുറിയിൽ സുഗന്ധമുള്ള ഒരു കാറ്റ് വീശി. ഈശോയുടെ രൂപത്തിൽ നിന്ന് ഒരു വലിയ പ്രകാശം പുറപ്പെട്ടു. വെളുത്ത വസ്ത്രം ധരിച്ച ഒരാൾ ഔസേപ്പച്ചൻ്റെ അരികിൽ വന്നു നിന്നു. അവിടുന്ന് ആ മെഷീൻ്റെ ചക്രം മെല്ലെ തിരിച്ചു. ഒടിഞ്ഞ സൂചി അത്ഭുതകരമായി കൂടിച്ചേർന്നു. സൂചിത്തുമ്പിലൂടെ സ്വർണ്ണനൂലുകൾ താനേ കടന്നുപോയി. മിന്നൽ വേഗത്തിൽ ആ പട്ടുതുണി മനോഹരമായൊരു വിവാഹ വസ്ത്രമായി മാറി. അവസാനത്തെ തുന്നലും കഴിഞ്ഞ് ആ അദൃശ്യരൂപം ഔസേപ്പച്ചൻ്റെ തലയിലൊന്ന് തലോടിയിട്ട് അവിടെ നിന്ന് അപ്രത്യക്ഷനായി. പുലർച്ചെ ഉണർന്ന ഔസേപ്പച്ചൻ കാണുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചത്തിൽ തിളങ്ങുന്ന ആ പട്ടുതുണിയാണ്. അദ്ദേഹം അത് തൊട്ടുനോക്കി. മനുഷ്യസാധ്യമായ ഒന്നായിരുന്നില്ല ആ തുന്നലുകൾ. അത് ദൈവത്തിൻ്റെ കരങ്ങൾ തീർത്ത വിസ്മയമായിരുന്നു. പ്രഭു വന്ന് വസ്ത്രം നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. തൻ്റെ അഹങ്കാരത്തിന് അദ്ദേഹം മാപ്പ് ചോദിച്ചു. ഔസേപ്പച്ചന് ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ തുന്നൽശാല പ്രഭു പണിതു നൽകി. സുഹൃത്തുക്കളെ, ഔസേപ്പച്ചൻ്റെ ജീവിതത്തിൽ എന്ന പോലെ നമ്മുടെ പ്രതിസന്ധികളിലും ഈശോ കൂടെയുണ്ട്. നമ്മൾ കഠിനാധ്വാനം ചെയ്യുകയും ബാക്കി ദൈവത്തിൽ അർപ്പിക്കുകയും ചെയ്താൽ നമ്മുടെ തകർച്ചകളെ, സൂചികളെ സ്വർണ്ണനൂലാക്കി മാറ്റാൻ അവിടുന്ന് ദൈവത്തിന് കഴിയും. ഈ കഥ നിങ്ങൾക്ക് ആശ്വാസം നൽകിയെന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അടുത്ത കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.